നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 4ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4ൻ്റെ 5ാമത്തെ എപ്പിസോഡ് അഥവാ 4ാം ദിനവും എന്നത്തെയും പോലെ പാട്ടും കൂത്തുമായി തുടക്കമായി. ബോസേട്ടൻ രാവിലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് പല്ല് തേക്കാൻ പോലും സമയം കൊടുക്കാതെ വിളിപ്പിച്ചു. വേറെ ഒന്നിനുമല്ല, വീക്ക്ലി ടാസ്കിന് കൊടുക്കേണ്ട ലക്ഷറി പോയിന്റ് കൊടുക്കാനാണ്. എന്നാൽ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അനുസരണക്കേടും കയ്യിലിരിപ്പ് കൊണ്ടും 3400 പോയിന്റ് കിട്ടേണ്ടടുത്ത് 2050 പോയിന്റും ആയി തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാൽ അതിൽ 500 പോയിന്റ് കുറയാൻ കാരണമായ ക്യാപ്റ്റൻ്റെ റൂമിൽ അനുവാദമില്ലാതെ കയറിയത് ആരാന്ന് തുറന്നു പറയണമെന്ന് ക്യാപ്റ്റനായ അശ്വിൻ. കയറിയ ആൾ കുറ്റം ഏറ്റു പറഞ്ഞു. വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ മച്ചാൻ തന്നെ. എന്നാൽ ആരുടെ മെക്കിട്ട് കയറുമെന്ന് നോക്കിയിരുന്നത് പോലെ ജാസ്മിൻ രംഗത്ത് വന്നു. ഗെയിമിന്റെ സമയത്തു തെറ്റേറ്റു പറഞ്ഞില്ലെന്നും പറഞ്ഞായി തർക്കം. ക്യാപ്റ്റനായ അശ്വിൻ സീൻ വഷളാകാതെ നോക്കാൻ ശ്രമിച്ചെങ്കിലും 500 പോയിന്റ് പോയതിന് ഡോക്ടർ മച്ചാനെ കുറ്റപ്പെടുത്തി ജാസ്മിൻ വീണ്ടും എത്തി. ലക്ഷ്മിപ്രിയ അതിനെ പിന്താങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് അശ്വിനും നിമിഷയും സംസാരിക്കാൻ സമയം കൊടുത്തില്ല എന്നും പറഞ്ഞു തുടങ്ങി. നിമിഷയുടെയും വിഷയം 500 ലക്ഷറി പോയിന്റ് പോയതാണ്. ജാസ്മിൻ വിടുന്ന ലക്ഷണമില്ല. മൊത്തത്തിൽ ഡോക്ടർ മച്ചാൻ ഇന്ന് എയറിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം. എന്നാൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ എന്നെ ബാധിക്കുന്നത് അല്ല എന്ന മട്ടിൽ റോൺസൺ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഈ അടിപിടിക്കിടയ്ക്കും അതൊരു കോമഡിയായി തോന്നി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജാസ്മിൻ്റെ ഭാഷ കുറച്ച് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് തോന്നി. വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ അത് സംസാരിക്കും എന്ന് നമുക്ക് കരുതാം. ഡോക്ടർ മച്ചാൻ എയറിൽ നിന്നും ഒന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ലക്ഷറി ബഡ്ജറ്റ് എത്തി. ലക്ഷ്മിപ്രിയ ആണ് സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ആരെയും ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. എല്ലാവർക്കും സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടല്ലോ. ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളെപ്പോലെ തന്നെ കണ്ടിരിക്കുന്ന നമ്മുടെയും കുരുപൊട്ടും എന്ന അവസ്ഥയായി. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. ഇതിനിടയ്ക്ക് ഡെയ്സി റോൺസണോട് പിണക്കം മാറ്റാൻ ചെന്ന് സംസാരിക്കുന്നു. പക്ഷേ റോൺസൺ വലിയ മൈൻഡ് കാണിച്ചില്ല. ലക്ഷ്മിപ്രിയയ്ക്ക് വയ്യാതെയാകുന്നു. എല്ലാവരും വന്ന് നോക്കുന്നു. ഡോക്ടർ മച്ചാനും എത്തി. പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. ലക്ഷ്മിപ്രിയയ്ക്ക് ചെറുതായി ഒച്ച ഒന്ന് പോയി, അത്രയേ ഉള്ളൂ. പിന്നെ നടന്നത് നവീൻ നയിക്കുന്ന കിച്ചൺ ഡിസ്കഷനായിരുന്നു. കിച്ചൺ ഡ്യൂട്ടിയിൽ മറ്റാരും തലയിടരുത് എന്നതായിരുന്നു ഡിസ്കഷൻ. നമ്മുടെ സ്പേസ് മറ്റാർക്കും കൊടുക്കണ്ട എന്നതാണ് നവീൻ്റെ അഭിപ്രായം. അപ്പോഴത്തേക്കും രാവിലത്തെ ജാസ്മിൻ്റെ തെണ്ടിത്തരവും അഥവാ മറ്റേടത്തെ പരിപാടിയും എന്ന നാടകത്തിന് ശേഷം ഡെയ്സിയും ബ്ലെസ്ലിയും തട്ടേ കയറി. ബ്ലെസ്ലിയെക്കുറിച്ച് മറ്റുള്ളവരോട് ഡെയ്സി കുറ്റം പറയുന്നതിനെ പറ്റിയായിരുന്നു തർക്കം. ഡെയ്സിയുടെ വക എടി എന്ന് നിൻ്റെ വീട്ടിൽ പോയി അമ്മയെയും പെങ്ങളെയും വിളിച്ചാൽ മതി. ബ്ലെസ്ലിയുടെ വക പട്ടികൾ കിടന്നു കുരയ്ക്കും, വിട്ടുകൊടുക്കാൻ പോയില്ല. ഡോക്ടർ മച്ചാനും അശ്വിനും ചേർന്ന് പിടിച്ചു മാറ്റിയത് കൊണ്ട് രംഗം കൂടുതൽ വഷളാകാതെ പോയി. അടുത്തതായി മോശം പ്രകടനത്തിന് ജയിലിൽ പോകാൻ 2 പേരെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. പാവ ടാസ്കിന് ശേഷം വീടിനകത്തുണ്ടായിരുന്നവർ പുറത്തുണ്ടായിരുന്നവരിൽ നിന്നും 2 പേരെ തിരഞ്ഞെടുക്കണം. കഴിഞ്ഞ സീസണുകളിൽ കണ്ടുവന്നിരുന്നത് പോലെ സ്വന്തം പക പോക്കാൻ ജയിലിൽ പറഞ്ഞുവിടുന്ന ഒരു കാഴ്ചയല്ല കണ്ടത്. എല്ലാവരും ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ബ്ലെസ്ലിയെയും അശ്വിനെയും തിരഞ്ഞെടുത്തു. ബിഗ് ബോസ് മലയാളം സീസൺ 4ൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻ തന്നെ അങ്ങനെ ജയിലിലായി. അതിനാൽ നവീനെ തൽക്കാലത്തേക്ക് ക്യാപ്റ്റനായി നിയമിച്ചു. അങ്ങനെ അശ്വിനും ബ്ലെസ്ലിയും ജയിലിലേക്ക്. അതോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ 4ൻ്റെ 5ാമത്തെ എപ്പിസോഡും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെയും ബൈ.